സപ്പോർട്ട് ചെയ്യണേ അമ്മ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാറ്റൻ റിബണിൻ്റെ റോസ് ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന കണക്ക് തന്നെ രണ്ടായിട്ട് മടക്കി അതിനെ ഒരു ഓവൽ ഷേപ്പാക്കി കട്ട് ചെയ്ത്, ഇതിപ്പം രണ്ട് പെറ്റൽ ഒരുമിച്ച് കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അതിന് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. ആ മുകൾ അറ്റം ഓവലായിട്ടും അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഇത് കാണിക്കുന്നതാണ് കട്ട് ചെയ്തിടുമ്പോഴത്തേക്ക് ഒരുമിച്ച് രണ്ട് പെറ്റൽ കിട്ടും. ഇനി ആ ലൈറ്റർ, ഏത് സാറ്റൻ റിബണും നമ്മൾ ലൈറ്റർ യൂസ് ചെയ്യണം. കാരണം അതിൻ്റെ ആ ഒരു ചെറിയതായിട്ടുള്ള ആ ഒരു നൂലിളകി വരാതിരിക്കാനായിട്ടാണ്. ഇതുപോലെ നമുക്ക് ഷേപ്പ് കിട്ടി. ഇനി നമ്മൾ ആ ഒരു മിനുസ ഭാഗം മുകളിലോട്ട് വരത്തക്ക വിധത്തിൽ ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്യുമ്പം തന്നെ അത് വളഞ്ഞ് അകത്തോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അകത്തുനിന്ന് നമ്മൾ ചൂട് പിടിപ്പിക്കുന്നത്. ഇതുപോലെ പെട്ടെന്ന് അത് വളഞ്ഞ് കിട്ടും. ഇനി അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ചൂട് പിടിപ്പിച്ചെടുക്കുമ്പോൾ അത് പിന്നെ വിട്ടു പോകത്തില്ല, ഒരു ഷേപ്പിന് നമുക്ക് കിട്ടും. പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും, കാരണം സാറ്റൻ റിബൺ ആയതുകൊണ്ട്. ഇനി അതിനെ നമ്മൾ ഒന്ന് പിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അകത്തോട്ട് ഇതുപോലെ ഒന്ന് പിരിച്ച് രണ്ട് മിനുസമായിട്ടുള്ള ഭാഗവും പുറത്ത് വരത്തക്ക വിധത്തിലാണ് നമ്മളത് പിരിച്ച് ഇതുപോലെ ഒന്നിൻ്റെ മുകളിലല്ല, ചെറുതായിട്ടൊന്ന് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വെച്ചുകൊണ്ട് നമ്മളതങ്ങ് പെട്ടെന്ന് ലൈറ്റർ യൂസ് ചെയ്ത് ഒരുമിച്ചങ്ങ് ചെയ്യുന്നത്. ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ഉരുകി വരുന്ന അത് അപ്പോഴേ ഒന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് കിട്ടും. ഇതുപോലൊരു 10-15 ലീവ്സുകളാക്കി കഴിഞ്ഞ് ഇനി നമ്മളത് ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് ഗോൾഡൻ വയർ എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് വളച്ചെടുത്ത് വെച്ച് നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് അതൊന്ന് മൂടി ഇതുപോലൊരു ഷേപ്പ്, അത് ഒത്തിരി കുറച്ച് വണ്ണം കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം സാറ്റൻ റിബൺ അതിൽ യൂസ് ചെയ്യേണ്ടി വരും. ഇതുപോലെ വളച്ച് വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പിന്നെ നമ്മൾ പേപ്പർ ടേപ്പ് വെച്ച് ചുറ്റി വരിഞ്ഞങ്ങ് വെക്കുകയാണ്. അപ്പോൾ അത് അതുപോലെ ടൈറ്റായിട്ട് തന്നെ അങ്ങ് ഇരുന്നോളും. ഇതുപോലെ കിട്ടും. ഇനി ആ നമ്മൾ ഗോൾഡൻ വയർ ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിയതിന് ശേഷം ഇതിൻ്റെ ഒരു ലെയർ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ലെയറാണ് ഇത് ചെറുതായിട്ടൊന്ന് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് 3 ലെയറായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നല്ല വലിയൊരു ഫ്ലവറാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പെറ്റലിൽ തന്നെ 2 എണ്ണം, അതായത് ഓരോ ജോഡി 3 ജോഡിയായിട്ട് നമ്മളത് ഒട്ടിച്ച് മാറ്റിയതിന് ശേഷം ഇത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ആ സൈഡിലോട്ട് നമ്മൾ ഒട്ടിച്ച് ചേർത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റോസ് ഫ്ലവറാണിത്. പല മോഡലിലും പല രീതിയിലും പല ഇതിലും ചെയ്യാം. അത് ചെയ്യുന്നതനുസരിച്ച് പല പല ഭംഗികളാണ് അത് ചെയ്യും തോറും. ഇതുപോലെ നമുക്കത് താഴോട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് നമുക്കത് ഒട്ടിച്ച് ഇതിപ്പോൾ 2 ലെയറായി കഴിഞ്ഞ് ഇനി ഒരു ലെയർ കൂടി നമ്മൾ ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ച് ഇതുപോലെ മാറ്റി വെച്ചേക്കും. ഇതൊരു 4 പീസുണ്ട്, അതായത് ഒരു ജോഡി തന്നെ 2 പെറ്റൽസ് ഒരുമിച്ച് വരുന്ന രീതിയിലാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി അടുക്കോടുകൂടി നമുക്ക് നല്ല ഭംഗിയോടുകൂടി കാണാം. ഇതിൻ്റെ അടിയിൽ നമ്മൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ 3 ലെയർ, ആദ്യത്തേത്, രണ്ടാമത്തേത്, 3, ഇതുപോലെ 4-5 ലെയർ വയ്ക്കുമ്പോൾ വലിയ ഫ്ലവറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ നമ്മൾ 3ാമത്തെ ലെയറും ചെയ്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ ഏറ്റവും താഴെ വരുന്ന ആ ഒരു ലീവ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് വിരിഞ്ഞ് വരുന്നൊരു ഇതുകൊണ്ട് അതിന് നമ്മൾ ഇതുപോലെ ഒരു പിന്നെ കട്ട് ചെയ്ത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആ ലൈറ്റർ യൂസ് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് കിട്ടും. ഓരോന്നും ഒരു 3 എണ്ണം ഞാൻ അതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒട്ടിച്ച് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുത്ത് ഇതുപോലെ മനോഹരമായിട്ട് വിരിഞ്ഞൊരു ഫ്ലവർ ഒറ്റ ഫ്ലവറായിട്ട് കിട്ടി. ഇനി അതുപോലെ തന്നെ വേറൊരു ചെറിയ ഫ്ലവർ ആണ് മുട്ടിൽ നിന്ന് വിരിഞ്ഞ് ചെറിയൊരു ഫ്ലവർ ആക്കി എടുക്കാനായിട്ട് ഇവിടെ ഞാൻ 2 ലെയർ യൂസ് ചെയ്തോളൂ. ആദ്യത്തെ ലെയറും രണ്ടാമത്തെ ലെയറും ഒട്ടിച്ച് അതും വെച്ച് കഴിഞ്ഞ് ഇനി ഇതുപോലെ 2 ലെയർ, ആദ്യത്തെ ഫസ്റ്റ് 3 ലെയറും 2 ലെയറും ഇനി അടുത്ത 1 ലെയർ മാത്രം നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് മുട്ടിന് വേണ്ടിയിട്ട്. ഇതുപോലെ വെറുതെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ഒട്ടിച്ച് അതങ്ങ് ചുറ്റി ഇതുപോലെ ടൈറ്റാക്കി അങ്ങ് വെച്ചാൽ മാത്രം മതി. മുകൾ ഭാഗത്തോട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്യേണ്ട. ഇനി അതിൻ്റെ ആ ഒരു വിരിഞ്ഞ് വരുന്ന ഒരു ലീവ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറേ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ആ കട്ട് ചെയ്ത പോർഷൻ മാത്രം നമ്മൾ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ അതൊരു ലീവ്സിൻ്റെ മോഡലാക്കി ഒരു ലൈറ്റായിട്ടൊന്ന് ഓടിച്ചു പോയാൽ മാത്രം മതി. ഇത് പെട്ടെന്ന് ചുരുങ്ങി നല്ലൊരു ലീവ്സിൻ്റെ ഷേപ്പാക്കി, അതായത് റോസ് ഫ്ലവറിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പാക്കി തന്നെ എടുക്കാൻ പറ്റും. ഏത് ലീവ്സും നമ്മൾ ഇതുപോലെ തന്നെ
ചെയ്തെടുക്കാം. ഇനി ആ ഒരു ലീവ്സ്, അതായത് ലീവ്സ് ആക്കാൻ വേണ്ടിയിട്ട് മുമ്പത്തെ പോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നതാണ്. സാറ്റൻ റിബൺ, പച്ച സാറ്റൻ റിബൺ കട്ട് ചെയ്ത് 2 പീസ് ഒരുമിച്ച് കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം അതുപോലെ ലൈറ്റർ യൂസ് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഗോൾഡൻ വയർ യൂസ് ചെയ്ത് ഇനി ഇത് ഒരു ലീവ്സും ഫ്ലവറും കൂടി ഒരുമിച്ച് വെച്ച് നമ്മളത് ചുറ്റി വരിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റെപ്പായിട്ട് വെച്ച് അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി, നമുക്ക് ഭംഗിയായിട്ട് അതിനെ ഡെക്കറേറ്റ് ഇതുപോലെ ചുറ്റി വരിഞ്ഞ് ഭംഗിയായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യഥേഷ്ടം ചെയ്തെടുക്കാം. എത്രത്തോളം ലീവ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു അത്രത്തോളം ഭംഗിയായിരിക്കും. ഇതുപോലെ മനോഹരമാക്കി നല്ല ഫ്ലവർ